തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ദിവസം ചർച്ചകളുടേതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുമല്ലെങ്കിൽ ട്വിസ്റ്റുകളുടേത്. കെ സുധാകരൻ, അടൂർ പ്രകാശ് ഇങ്ങനെ തുടങ്ങി നേതാക്കളെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിൽ. പ്രത്യേകിച്ചും സീറ്റിനു വേണ്ടിയുള്ള ചർച്ചകൾ. ഓരോ നിമിഷവും മാറി മറിയുന്നതായിരുന്നു ട്വിസ്റ്റുകൾ. പ്രത്യേകിച്ചും കെ സുധാകരൻ്റെ കാര്യത്തിൽ 10 പ്രാവശ്യം നിയമസഭയിലും പാർലമെൻറ്റിലുമായി മത്സരിച്ച കെ സുധാകരൻ വീണ്ടും മത്സരരംഗത്ത് എത്തുമോ എത്താതിരിക്കുമോ എന്നുള്ളതായിരുന്നു ചർച്ചകൾ. എന്തായാലും അനുയായികൾ ഇങ്ങ് കണ്ണൂരിൽ പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചുമൊക്കെ ചിലത് ആഘോഷിച്ചു, ചിലപ്പോൾ ചിലതിനു വേണ്ടി വാദിക്കുകയും ചെയ്തു. എന്തായാലും ഇങ്ങനെ ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയപരമായി ചില വലിയ തരത്തിലുള്ള ചർച്ചകളും ഉയർന്നിരുന്നു. പ്രതിപക്ഷ നേതാവ് ഒരു ഭാഗത്തു നിന്നും എംപിമാർ മത്സരിക്കേണ്ട എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ കേരളത്തിലെ തന്നെ ചില നേതാക്കന്മാർ മത്സരിച്ചാലും കുഴപ്പമില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇതിനിടയിൽ എപ്പോഴും ഇടപെടാറുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴൊക്കെ വാക്കുകൾ കൊണ്ട് കോൺഗ്രസിനെ തലോടാറുള്ള AK ആൻ്റണിയും എത്തി. അദ്ദേഹം പറഞ്ഞു, സുധാകരന് അനുകൂലമായ ചില നിലപാടുകൾ പറയുകയും ചെയ്തു എന്നാണ് അറിയുന്നത്. എന്തായാലും ശരി തന്നെ, ട്വിസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞ ഇന്ദ്രപ്രസ്ഥം വലിയ തരത്തിൽ ചർച്ചയായി മാറിയതായിരുന്നു കഴിഞ്ഞ ദിവസം. ഇതിനിടയിൽ അടൂർ പ്രകാശ് എത്തി. അദ്ദേഹത്തിനും നിയമസഭയിൽ മത്സരിക്കണം. നിരവധി തവണ എന്ന് പറയുമ്പോൾ 5 പ്രാവശ്യത്തിലധികം അടൂർ പ്രകാശ് കോന്നിയിൽ തന്നെ മത്സരിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്, മന്ത്രിയായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ആറ്റിങ്ങൽ എംപിയായി, ഇപ്പോൾ 2ാം പ്രാവശ്യം എംപിയായി ആറ്റിങ്ങൽ തന്നെ ഉണ്ട്. എന്നിട്ടും തൻ്റെ സ്വന്തം മണ്ഡലമായ കോന്നിയിൽ മത്സരിക്കണം. വെറുതെയല്ല, തൻ്റെ ആത്മാവ് അവിടെയാണെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. അധികാരമോഹം എന്ന് പറയുവാൻ ഇവർക്കാർക്കും താല്പര്യവുമില്ല. പക്ഷേ മത്സരിക്കണം, നിയമസഭയിൽ തന്നെ മത്സരിക്കണം, വിജയിക്കണം, കോന്നിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തണം. ഈ 2 നേതാക്കന്മാരുമായിരുന്നു കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയായി മാറപ്പെട്ടത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഇത്രയധികം ചർച്ച നടന്നിട്ടുള്ള ഒരു വിഷയം മറ്റൊന്നും ഇല്ലെന്ന് തന്നെ പറയാൻ കഴിയും. ഇനി മറ്റൊരു കാര്യം എൽദോസ് കുന്നപ്പള്ളിയെക്കുറിച്ചാണ്. ആദ്യം സീറ്റുണ്ടെന്ന് പറഞ്ഞു, പിന്നീട് സീറ്റില്ലെന്ന് പറഞ്ഞു. എന്തായാലും എൽദോസ് നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വണ്ടി കയറി. അവിടുത്തെ ചർച്ചകളിൽ പങ്കാളിയായി, പ്രതീക്ഷ പങ്കുവച്ചു. എന്തായാലും തിരിച്ചെത്തി ഇവിടെ വന്ന് അനുയായികൾക്കൊപ്പം കാര്യങ്ങൾ പറയുകയും അദ്ദേഹത്തെ സഹായിക്കുന്ന, പിന്തുണയ്ക്കുന്ന പഞ്ചായത്ത് അംഗങ്ങളുടെ വലിയൊരു നിര തന്നെ വീട്ടിലെത്തുകയും ചെയ്തു. അവർ പറയാനുള്ളതെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുകയും ചെയ്തു. ഇതിനിടയിൽ വലിയ തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തി എൽദോസ് കുന്നപ്പള്ളിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട്. ഇങ്ങനെ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇങ്ങ് അമ്പലപ്പുഴയിൽ G സുധാകരൻ്റെ മറ്റൊരു ട്വിസ്റ്റ്. അതും രസകരമായ ട്വിസ്റ്റ്. 3ാം തവണയും പിണറായി സർക്കാർ വരും എന്ന് പറഞ്ഞിരുന്ന G സുധാകരൻ കോൺഗ്രസിൻ്റെ പിന്തുണ ലഭിച്ചതോടെ, അമ്പലപ്പുഴയിൽ കോൺഗ്രസ് പിന്തുണയോടുകൂടി മത്സരിക്കാൻ തീരുമാനിച്ചതോടെ അല്പമൊന്ന് ചുവടുമാറ്റി. ഫേസ്ബുക്കിൽ അദ്ദേഹവും കുറിച്ചു, ഇനി വിഫലമാണ് പിണറായി വിജയൻ്റെ യാത്ര എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതായത് 3ാം പിണറായി സർക്കാർ വരില്ല എന്ന് G സുധാകരൻ പറഞ്ഞു. ആദ്യം പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാർക്കെതിരെയായിരുന്നു G സുധാകരൻ്റെ വിയോജിപ്പെങ്കിൽ ഇപ്പോൾ സാക്ഷാൽ മുഖ്യമന്ത്രിക്കെതിരെയും തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ ട്വിസ്റ്റുകൾ പലതായിരുന്നു. ഇനി അവസാനം എത്തുമ്പോഴേക്കും വലിയ തരത്തിലുള്ള ട്വിസ്റ്റാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇന്നുവരെ ഇത്രയധികം സിനിമാ താരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് ആരും കണ്ടിട്ടില്ല 2020 അപേക്ഷിച്ച്. 2020 ഇത്രയധികം സിനിമാ താരങ്ങളെ നിരത്തിയത്. പ്രത്യേകിച്ചും വിവിധ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിന് വേണ്ടി സിനിമാ താരങ്ങളെ തന്നെ 2020 നേതാവ് തിരഞ്ഞെടുത്തു. NDAയുടെ പുതിയ ഘടകകക്ഷിയാണ് 2020. അതിൽ ലക്ഷ്മിപ്രിയ, വീണ നായർ 2 പേരെയും 2 മണ്ഡലങ്ങളിലേക്കാണ് തീരുമാനിച്ചത്, പെരുമ്പാവൂരിലേക്കും ഏറ്റുമാനൂരിലേക്കും. 2 സ്ഥാനാർത്ഥികളും അവരവരുടെ മണ്ഡലങ്ങളിലെത്തി പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് ഇരുവർക്കും വോട്ടില്ല എന്ന കാര്യം. സ്വാഭാവികമായി സാധാരണയായി സ്ഥാനാർത്ഥിയാകാൻ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നതിന് മുമ്പ് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ള പരിശോധനയെങ്കിലും നടത്തുന്ന പതിവുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാതെ താരപ്രൊഫൈലെല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു 2020 മുന്നിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെയും ട്വിസ്റ്റായി. ഇരുവരെയും പിൻവലിക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ 2020. എന്തായാലും കേരള രാഷ്ട്രീയം വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്ക് കടന്നു പോകുന്നു. ഒപ്പം ചിലരുടെ പ്രതീക്ഷകൾ അവസാനിക്കുമോ അതോ അവർ മത്സരിക്കുമോ എന്ന കാര്യം വരും ദിവസങ്ങളിൽ കണ്ടറിയാം.